ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതൊരു കുക്കീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റോ അങ്ങനെയൊക്കെ വരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ കണക്കിന് ഒരു 1.5 ബൗൾ റവയാണ് ഞാനിതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് പാൽപ്പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3/4 ബൗൾ ഷുഗർ പൊടിച്ചതാണ്. ഇപ്പോൾ പഞ്ചസാര ഇതുപോലെ പൊടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 2 ഏലക്കായും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഏലക്കായും കൂടെ കൂട്ടിയിട്ട് പൊടിച്ച ഒരു ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്ക് അടുത്തത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നമുക്കിനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു മുട്ടയാണ് ഉടച്ചൊഴിക്കുന്നത്. ആ ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നന്നായിട്ടിത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ 1.5 ബൗളിൻ്റെ കണക്കിനാണ് ഈ ഒരു മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങളിത് കൂടുതൽ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് വേറെ ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യത്തില്ല. ഈ മുട്ടയുടെ ആ ഒരു മിക്സിൽ തന്നെ വേണം ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു റവയുടെ മിക്സ് ഇതുപോലെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ നമുക്ക് പുരട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ള ഒരു ഷേപ്പിന് ഇങ്ങനെ ഒന്ന് ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഒരു കുക്കീസിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് അതൊന്ന് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമുക്കൊരു നോർമൽ ഫ്ലെയിമിൽ വേണം നമുക്ക് ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിം വെക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചും ഇതായിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോയിട്ട് ഉള്ളു വേകാതെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും നമുക്കിത് ചെറു തീയിലിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതൊട്ടും തന്നെ ഓയിൽ നമുക്ക് കുടിക്കുന്ന ആ ഒരു സ്നാക്കല്ല. നമുക്കിത് കുട്ടികൾക്കൊക്കെ ചുമ്മാ ഒന്ന് വൈകിട്ടൊക്കെ ഒന്ന് കുറിക്കാനും ചുമ്മാ നമ്മൾ ബിസ്ക്കറ്റിന് പകരമൊക്കെ ഒന്ന് തിന്നാനൊക്കെ ആയിട്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളിതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ആ ഒരു സാധാരണ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് ഇത് റെഡിയാക്കുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് മിൽക്ക് പൗഡർ എന്തായാലും ആഡ് ചെയ്യണം. അത് ചേർത്താലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് റെഡിയാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.